ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളായ രക്ഷിതാക്കളുടെ സംഗമം തുടങ്ങി. സംഗമം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ഇത് പങ്കുവെക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കമ്മീഷണറേറ്റ് ഉണ്ട്, PWD കമ്മീഷണറുണ്ട്. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു റിസർവേഷൻ ഉണ്ട്, ആ റിസർവേഷൻ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനമുണ്ട് അവിടെ റാമ്പില്ല, ഇങ്ങനെയുള്ള പരാതികളുണ്ടെങ്കിൽ അത് നേരിട്ട് കമ്മീഷണറുണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കമ്മീഷണറാണ്, ട്രിവാൻഡ്രത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള സമസ്യകൾ തീർപ്പാക്കാൻ വേണ്ടിയാണ് ഉള്ളത്. പിന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉണ്ട്. ആ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് നിരവധി പദ്ധതികളും എല്ലാ വിധത്തിലുള്ള ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിരവധി പദ്ധതികൾ നൽകിയാണ് UDID ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിയോജക മണ്ഡലത്തിൽ കെ പ്രേംകുമാർ MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് മാനത്തോളം. ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കളെ നേരിൽ കേട്ട് കുട്ടികൾക്ക് കൂടുതൽ മികച്ച വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനും ഏതൊക്കെ വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താനാകുമെന്ന് പരിശോധിക്കുകയാണ് സംഗമത്തിൻ്റെ ലക്ഷ്യം. പരിപാടിയിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി അധ്യക്ഷയായി. കെ പ്രേംകുമാർ MLA, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സുരേഷ്, പി വിജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി, ഡോക്ടർ RK ജയപ്രകാശ്, ഡോക്ടർ KN റോഷൻ, ബിജിലി, കെ ജയപ്രകാശ്, KN കൃഷ്ണകുമാർ, AK അനീഷ്, C ശാന്തകുമാരി, K പ്രഭാകരൻ, PC ശിവശങ്കരൻ, P മൂസ, RT ബിജു എന്നിവർ പ്രസംഗിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.